നമസ്തേ ബച്ചോം സഭി കാ സ്വാഗത് ഹൈ ഹിന്ദി ഈ ഗുരു മേ. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എക്സാമിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് നോക്കാം. നമ്മുടെ സൂചനാക്ക് അധികാർ പത്രമില്ലേ, അതിൻ്റെ കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. എക്സാമിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളിത് മാത്രം എഴുതി വെച്ചാൽ മതി. നോക്കിയേ, മാങ്കി കൈ സൂചനാക്ക വിവരണം എന്ന് പറഞ്ഞിട്ടാണ്. പത്രമൊക്കെ ഓർമ്മയില്ലേ? അതിൻ്റെ ഫോർമാറ്റ് ഒന്നും മിസ് ഇപ്പോൾ പറഞ്ഞു തരുന്നില്ലേ? നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണാം. പിന്നെ നമ്മൾ മാങ്കി കൈ സൂചനാക്ക വിവരണം എന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ കൊടുത്തിട്ടുണ്ടാവുക. യെസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തത് ഏത് സബ്ജക്റ്റ് വന്നാലും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാം. അതായത് നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നമുക്കറിയാം. സ്ത്രീകൾക്കുള്ള അതിക്രമങ്ങൾ, അതേപോലെ ബസ്സിൻ്റെ ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ടുള്ളത്, പിന്നെ കൊറോണ വൈറസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമുക്ക് വിവരാവകാശം എഴുതാൻ വേണ്ടി വരിക. ഏത് ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. നോക്കിയേ, ഫസ്റ്റ് ഇത് എഴുതി വയ്ക്കാം നിങ്ങൾക്ക്. സമാജ് കോ സചേത് കർണേക്കിലെ കോൻ കോൻ സെ പ്രാവധാൻ ഹെ. അതായത് സമൂഹത്തിനൊരു ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സ്വീകരിച്ചത്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എടുത്തിട്ടുള്ളത്, സർക്കാരിനല്ല അയക്കുന്നത്. അതെ. ഇനി അടുത്തത് എഴുതിക്കൂടെ, രണ്ടാമത്തത് എന്താണോ സബ്ജക്റ്റ് ഉസ്കെ ബാരേമേ പതാ ചൊല്നെ പറ. അത് അറിയുകയാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളോടുള്ള അതിക്രമം അത് അറിയുകയാണെങ്കിൽ കിസ് കാര്യാലയമേ സൂചന ദേനി ഹെ, ഏത് ഓഫീസിലാണ് ഞങ്ങൾ വിവരം അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ ഉസ് കാര്യാലയക്ക ദൂർഭാഷ ഉപലബ്ധ കരാ സക്തേ ഹെ. എന്തായാലും സർക്കാരിനല്ലേ അയക്കുന്നത് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ദൂർഭാഷ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. ഉപലബ്ധ കരാ സക്തേ ഹെ, ലഭ്യമാവുമോ എന്നാണ്. അതിന് ഏത് ക്വസ്റ്റ്യനും വന്നാലും നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാം. എന്താ അതൊരു ഡാഷ് ഇട്ടുണ്ട്, അത് നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ഏതാണോ സബ്ജക്റ്റ് ഏതാ സബ്ജക്റ്റ്, കൊറോണ വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ്, ഇനിയിപ്പോൾ അതേപോലെ തന്നെ സ്ത്രീകളുടെ അതിക്രമങ്ങളാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. ഇനി മൂന്നാമത്തെയാണ് നമുക്കിത് ചോദിക്കാം. ഉസ്കോ ആരാണോ അത് ഉസ്കോ മിൽനേകം വാല അധികൃതം ദണ്ഡ് ക്യാ ഹെ, അവർക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്, അതുമായി ബന്ധപ്പെട്ടതുള്ളതൊക്കെ ആണെങ്കിൽ അത് എഴുതാം നിങ്ങൾക്ക്. ഇനി നാലാമത്തെയാണ് ജനതാക്കോ സചേത് കർണേക്കിലെ സർക്കാർ ദ്വാര ക്യാ ക്യാ കാർവായാം ലീ ഗയി ഹെ. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് സർക്കാർ അല്ലേ? ജനങ്ങൾക്കൊരു ബോധവൽക്കരണം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും എഴുതിക്കൂടെ. യെസ്. ഇനി ലാസ്റ്റത്തെ എന്താണോ അത് കൂട്ടിച്ചേർക്കുക. സ്കോരോഗ്ദാം കീൽ, അത് തടയുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ദ്വാര ക്യാ ക്യാ കാർവായാം ലീ ഗയി ഹെ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്താണോ അത് കൂട്ടിച്ചേർക്കുക. നിങ്ങൾ അതിനനുസരിച്ച് എന്തായാലും സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവിടെ സബ്ജക്റ്റ് തന്നിട്ടുണ്ടാവും, ആരാണ് അയക്കുന്നത്, പ്രേക്ഷകവും സേവാമയും, അതേപോലെ തന്നെ സന്ദർഭം കാര്യങ്ങളൊക്കെ അറിയില്ലേ, ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ്, അതൊക്കെ എഴുതി കൊടുക്കുക. ഇനി ഈ 3 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഈ ഒരു 5 ഏത് ഇഷ്ടപ്പെട്ട 3 നിങ്ങൾക്ക് എഴുതി വയ്ക്കാം കേട്ടോ. ഇത് കോമൺ ആയിട്ട് എഴുതി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. എക്സാം അടിച്ചു പൊളിച്ചെഴുതുക, നന്നായിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് എഴുതുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ധന്യവാദ് ബച്ചോ.